Good morning all. നമ്മൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോമും ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമും എന്താണെന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ കൺവേർഷൻ്റെ സ്റ്റെപ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, സ്റ്റെപ്സ് ഫോർ കൺവേർഷൻ ഓഫ് പ്രൊപ്പോർഷണൽ ലോജിക് ടു CNF ആൻഡ് DNF. കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലേക്കും ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമിലേക്കുള്ള കൺവേർഷൻ്റെ സ്റ്റെപ്സുകളാണ് പറയുന്നത്. ആദ്യം തന്നെ എന്താണ്? റിമൂവ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ നമുക്ക് റിമൂവ് ചെയ്യണം. ഈ ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ എവിടെ കാണുന്നോ അതിനെ നമ്മൾ എങ്ങനെ മാറ്റുക? A ഇംപ്ലൈസ് B, കൺജങ്ഷൻ B ഇംപ്ലൈസ് A ആക്കി മാറ്റാം. അപ്പോൾ ഏതൊരു പ്രൊപ്പോർഷണൽ ലോജിക്ക് തന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിന് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇഫ് ആൻഡ് ഓൺലി അതിലുണ്ടോ നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇംപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുക. ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലൈസ് എന്നുള്ളത് റിമൂവ് ചെയ്യുക. അതായത് A ഇംപ്ലൈസ് B എന്ന് പറയുന്നത് നെഗേഷൻ A ഡിസ്ജങ്ഷൻ B, ഈ ഫോമിൽ മാറ്റി കൊടുക്കുക. ഓക്കെ, തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് നെഗേഷൻ. നെഗേഷൻ റിമൂവ് ചെയ്യുക. നമ്മൾ ഡിമോർഗൻസ് ലോവും ഡബിൾ നെഗേഷൻ ലോവും പഠിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വീണ്ടും എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നെഗേഷൻ ഓഫ് A ഡിസ്ജങ്ഷൻ B എന്ന് പറയുന്നത് നെഗേഷൻ A കൺജങ്ഷൻ നെഗേഷൻ B ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ ഡിസ്ജങ്ഷൻ ആണെങ്കിൽ ഇതെന്തായിട്ട് മാറും? കൺജങ്ഷൻ ആയിട്ട് മാറും. അതായത് നെഗേഷൻ ഓഫ് ബ്രാക്കറ്റിൽ A കൺജങ്ഷൻ B എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറും? ഡിസ്ജങ്ഷൻ ആയിട്ട് മാറും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഇത് ഡബിൾ നെഗേഷൻ ലോ ആണ്. നെഗേഷൻ ഓഫ് നെഗേഷൻ A എന്ന് പറയുന്നത് A വരും. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ സ്റ്റെപ്പാണ് ഇത്. ആവശ്യമുള്ള സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും കമ്മ്യൂട്ടേറ്റീവ് ലോയും നമ്മൾ അപ്ലൈ ചെയ്യും. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് അണ്ടർ കൺജങ്ഷൻ ആണ്. അതായത് കൺജങ്ഷൻ ആണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ A ഡിസ്ജങ്ഷൻ വരുന്ന സമയത്ത് A ഡിസ്ജങ്ഷൻ B കൺജങ്ഷൻ A ഡിസ്ജങ്ഷൻ R ഈ ഫോമിൽ. പിന്നെ രണ്ടെണ്ണം ഉള്ളത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ഡിസ്ജങ്ഷനിലുള്ളതും കൺജങ്ഷനുള്ളതും കമ്മ്യൂട്ടേറ്റീവ് ആണ് ഈ മൂന്നും നാലും പറയുന്നത്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ എങ്ങനെയാണ് CNFലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ DNFലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. P ഇഫ് ആൻഡ് ഓൺലി Q ഡിസ്ജങ്ഷൻ Rന് CNFലേക്ക് കൺവേർട്ട് ചെയ്യണം. CNF എന്ന് പറയുമ്പോൾ എന്താണ്? കൺജങ്ക്റ്റീവ് നോർമൽ ഫോം. കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? കൺജങ്ക്റ്റീവ് ആണ് പറയുന്നത്. ഓക്കെ, കൺജങ്ക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ബ്രാക്കറ്റിൽ എന്തെങ്കിലും പ്രൊപ്പോർഷണൽ ലോജിക്കുകൾ നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ പുറത്ത് എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ? കൺജങ്ഷൻ. ഓരോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും ഡിസ്ജങ്ഷൻ്റെ ക്ലോസും പുറത്ത് എന്തേ വരാൻ പാടുള്ളൂ? കൺജങ്ഷൻ. കൺജങ്ഷനാണ് ഈ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി എഴുതണം. അപ്പോൾ നമുക്കറിയാം A ഇഫ് ആൻഡ് ഓൺലി ഇഫ് B. A ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബീനെ എങ്ങനെ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? A ഇംപ്ലൈസ് B കൺജങ്ഷൻ B ഇംപ്ലൈസ് A. ഇങ്ങനെയാണ് നമ്മൾ മാറ്റാൻ പറഞ്ഞത്. അതേപോലെ തന്നെ A ഇംപ്ലൈസ് ബീനെ എങ്ങനെയാണ് മാറ്റാൻ പറഞ്ഞത്? നെഗേഷൻ A ഡിസ്ജങ്ഷൻ B. ഇതൊന്ന് മൈൻഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് P എന്നുള്ളത് Aയും Q ഡിസ്ജങ്ഷൻ R Bയും ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ P ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q ഡിസ്ജങ്ഷൻ R നമുക്ക് എങ്ങനെ എഴുതാം? P ഇംപ്ലൈസ് Q ഡിസ്ജങ്ഷൻ R കൺജങ്ഷൻ ഇവിടെ എന്ത് വരും? Q ഡിസ്ജങ്ഷൻ R ഇംപ്ലൈസ് P. ഈ ഫോമിലാണ് നമ്മൾ എഴുതുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇംപ്ലൈസ് നമ്മൾ ഒഴിവാക്കണം. ഏത് വെച്ചിട്ട്? A ഇംപ്ലൈസ് B എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് A ഡിസ്ജങ്ഷൻ B വെച്ചിട്ട്. അതിൽ ഇവിടെ ഈ P ആണ് ഏത് വരിക? A ആയിട്ട് വരിക. Q ഡിസ്ജങ്ഷൻ R എന്തായിട്ട് വരും? B ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇത് മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? വിച്ച് ഇംപ്ലൈസ് നെഗേഷൻ P ഡിസ്ജങ്ഷൻ Q ഡിസ്ജങ്ഷൻ R കൺജങ്ഷൻ. അതേപോലെ തന്നെ ഇവിടെ എന്ത് വരും? നെഗേഷൻ ഓഫ് Q ഡിസ്ജങ്ഷൻ R ഡിസ്ജങ്ഷൻ P. നമ്മൾ ഇത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നെഗേഷൻ P ഡിസ്ജങ്ഷൻ Q ഡിസ്ജങ്ഷൻ R കൺജങ്ഷൻ. നമുക്ക് ഇവിടെ നെഗേഷൻ ഓഫ് Q ഡിസ്ജങ്ഷൻ R ആണ്. അപ്പോൾ നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ട് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നെഗേഷൻ Q കൺജങ്ഷൻ നെഗേഷൻ R ഡിസ്ജങ്ഷൻ P ഫോമിൽ വരും. ഓക്കെ, which is equal to negation P disjunction
ക്യൂ ഡിസ്ജങ്ഷൻ ആർ. ഇതിൻ്റെ നമ്മളൊന്ന് നോക്കി നോക്കുക. ഈ ഒരു പ്രൊപ്പോർഷണൽ ലോജിക്കിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എന്താ ഉള്ളത്? ഡിസ്ജങ്ഷൻ ആണ് വരുന്നത്. കൺജങ്ഷൻ്റെ ക്ലോസ് ഒന്നും ഇതിൽ നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൺജങ്ഷനൊക്കെ വരുന്നുണ്ട്, അതിനെ നമുക്ക് ചേഞ്ച് വരുത്തണം. അപ്പോൾ ഇത് നമ്മളിനി കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്യുക. കമ്മ്യൂട്ടേറ്റീവ് ലോ പ്രകാരം നമുക്ക് പീനെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടൂടെ? പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ആർ. ഈ ഫോമിൽ നമുക്ക് എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന് ചേഞ്ച് ഇല്ല, നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ കൺജങ്ഷൻ, ഇവിടെ എന്ത് വരും? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ കൺജങ്ഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ആർ. ഈ ഫോമിലാണ് വരിക. അപ്പോൾ നമ്മൾ നോക്കി നോക്കുക, ഇതിൻ്റെ ഓരോ ക്ലോസിൻ്റെ ഉള്ളിൽ ഇത് ഡിസ്ജങ്ഷനേ വരുന്നുള്ളൂ, പുറമേ കൺജങ്ഷൻ. ഇവിടെ വേറൊരു ക്ലോസ്, അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഡിസ്ജങ്ഷൻ. പുറമെയാണ് ഏത് വരുന്നത്? കൺജങ്ഷൻ വരുന്നത്. സെയിം പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ആർ. അപ്പോൾ ഇതേത് ഫോമിലാണ് നമുക്ക് പറയാം? കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലാണ്, വിച്ച് ഈസ് ഇൻ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം, അല്ലെങ്കിൽ CNF. കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസിൻ്റെ പുറമെ ആരേ വരാൻ പാടുള്ളൂ? കൺജങ്ഷനെ വരാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദി CNF ഓഫ്. വീണ്ടും നമ്മൾ ഇതിനെ CNFിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആലോചിക്കുക. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഉണ്ടോ നോക്കുക. ഇഫ് ആൻഡ് ഓൺലി ഇല്ല. നെക്സ്റ്റ് എന്ത് നോക്കുക? ഇംപ്ലൈസ് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെയും ഇംപ്ലൈസ് ഉണ്ട്, ഇവിടെയും ഇംപ്ലൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഇംപ്ലൈസിനെ ആദ്യം മാറ്റി എഴുതണം. പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? നെഗേഷൻ, ഈ ആദ്യത്തെ പി ഇംപ്ലൈസ് ക്യൂനെ മാറ്റി എഴുതാം. നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ ഇംപ്ലൈസ് ആർ. എഗെയിൻ നമ്മൾ ആറിന് അല്ല ഇംപ്ലൈസിനെ നമുക്ക് ചേഞ്ച് വരുത്തണം. അപ്പം നെഗേഷൻ ഇംപ്ലൈസിന് മാറ്റം വരുത്തണം. അപ്പോൾ വീണ്ടും എന്ത് വരും? നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ വരും. കാരണം എന്താ? ഇത് നമ്മൾ എ ആയിട്ട് എടുക്കുക. ഇത് എ, ഇത് ബി ആണ്. ഇപ്പോൾ എ ഇംപ്ലൈസ് ബി എന്ന് പറയുമ്പോൾ എന്താ? നെഗേഷൻ എ ഡിസ്ജങ്ഷൻ ബി ആണ്. ഇപ്പം നെഗേഷൻ എ എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? നെഗേഷൻ നെഗേഷൻ പി ഡിസ്ജങ്ഷൻ എന്തായിട്ട് മാറും? കൺജങ്ഷൻ നെഗേഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ വരും. ഓക്കെ, ഇനി ഡബിൾ നെഗേഷൻ ലോ പ്രകാരം നമുക്കിതിനെ എങ്ങനെ എഴുതാം? നെഗേഷൻ ഓഫ് നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആണ്. കൺജങ്ഷൻ നെഗേഷൻ ക്യൂ ഡിസ്ജങ്ഷൻ ആർ വരും. ഓക്കെ, ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ പ്രകാരം എങ്ങനെ എഴുതാം? ആർ ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് എഴുതാം. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ആർ ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ ആർ ഡിസ്ജങ്ഷൻ നെഗേഷൻ ക്യൂ. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ക്ലോസിൽ ഡിസ്ജങ്ഷനേ ഉള്ളൂ, അതേപോലെ തന്നെ ഈ ക്ലോസിലും ഡിസ്ജങ്ഷനേ ഉള്ളൂ. ടോട്ടൽ ഓരോ ക്ലോസിൻ്റെയും പുറത്ത് ഏതാണ് വരുന്നത്? കൺജങ്ഷനാണ് വരുന്നത്. കൺജങ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? വിച്ച് ഈസ് ഇൻ CNF. ഇത് കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദി DNF ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ കൺജങ്ഷൻ ആർ കൺജങ്ഷൻ പി ഇംപ്ലൈസ് ക്യൂ. ഇത്രയും ടേം ഉണ്ട്. അതിനെ നമ്മൾ ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം. ഓക്കെ, അപ്പം ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ ക്ലോസിൻ്റെ ഉള്ളിലും കൺജങ്ഷനും പുറമെ ആരും വരണം? ഡിസ്ജങ്ഷനും വരണം. ആ കേസാണ് ഏത്? ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പം നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ കൺജങ്ഷൻ ആർ കൺജങ്ഷൻ പി ഇംപ്ലൈസ് ക്യൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തിനെ റിമൂവ് ചെയ്യുക? ഇംപ്ലൈസിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഇഫ് ആൻഡ് ഓൺലി ഇല്ല, അപ്പോൾ ഇംപ്ലൈസിനെ റിമൂവ് ചെയ്യും. അപ്പോൾ എങ്ങനെ വരിക? നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ കൺജങ്ഷൻ ആർ കൺജങ്ഷൻ നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ വരും. ഇംപ്ലൈസ് നമ്മൾ മാറ്റിക്കൊടുത്തതാണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് കംപ്ലീറ്റ് എന്താണ്? നെഗേഷൻ പുറത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുക. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ, ഇവിടെ കൺജങ്ഷൻ എന്തായിട്ട് മാറും? ഡിസ്ജങ്ഷൻ നെഗേഷൻ ആർ ഡിസ്ജങ്ഷൻ നെഗേഷൻ ഓഫ്
നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? അഗെയിൻ ഡിമോർഗൻസ് ലോ, നെഗേഷൻ ഓഫ് നെഗേഷൻ പി, ഡിസ്ജങ്ഷൻ എന്തായിട്ട് മാറും? കൺജങ്ഷൻ നെഗേഷൻ ക്യൂ, ഡിസ്ജങ്ഷൻ നെഗേഷൻ ആർ, ഡിസ്ജങ്ഷൻ വീണ്ടും ഏത് ലോ അപ്ലൈ ചെയ്യാം? ഏത് ലോ അപ്ലൈ ചെയ്യാം? ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുക. നെഗേഷൻ ഓഫ് നെഗേഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ ഫോമിൽ വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നെഗേഷൻ ഓഫ് നെഗേഷൻ പി എന്താ? പി വരും, കൺജങ്ഷൻ പി വരും, അപ്പോൾ എന്ത് വരും ഇവിടെ? കൺജങ്ഷൻ നെഗേഷൻ ക്യൂ, ഡിസ്ജങ്ഷൻ നെഗേഷൻ ആർ, ഡിസ്ജങ്ഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ വരും. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൻ്റെ ഓരോ ക്ലോസിലും ഇതിൽ കൺജങ്ഷനേ വരുന്നുള്ളൂ, പുറമേ ഡിസ്ജങ്ഷൻ. ഇവിടെ ആരേ വരുന്നുള്ളൂ? കൺജങ്ഷനേ വരുന്നുള്ളൂ, പുറമേ രണ്ടും എന്താണ് വരുന്നത്? ഡിസ്ജങ്ഷൻ ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നെഗേഷൻ ആറിനും കൂടി ബ്രാക്കറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ വിഷയം വരുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് ഏത് ഫോമിലാണെന്ന് പറയാം? വിച്ച് ഇസ് ഇൻ ഡി എൻ എഫ്. ഡി എൻ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ജങ്റ്റീവ് നോർമൽ ഫോം, വിച്ച് ഇസ് ഇൻ ഡി എൻ എഫ്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ റൈറ്റ് ദി സി എൻ എഫ് ഓഫ് ഏതിൻ്റെ? നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ, കൺജങ്ഷൻ ആർ, കൺജങ്ഷൻ പി ഇംപ്ലൈസ് ക്യൂ. അപ്പോൾ ഇതിൻ്റെ സി എൻ എഫ് ആണ്. നമ്മൾ നേരത്തെ എന്താണ് കണ്ടുപിടിച്ചത്? ഡി എൻ എഫ് ആണ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സി എൻ എഫ്, കൺജങ്റ്റീവ് നോർമൽ ഫോം നമ്മൾ കണ്ടുപിടിക്കും. കൺജങ്റ്റീവ് നോർമൽ ഫോം എങ്ങനെയാണ് വരിക? ഇവിടെ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ, കൺജങ്ഷൻ ആർ, കൺജങ്ഷൻ പി ഇംപ്ലൈസ് ക്യൂ ഈക്വൽ ടു. ഏതാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ എന്ത് റിമൂവ് ചെയ്യും? ഇംപ്ലൈസ് റിമൂവ് ചെയ്യും. അപ്പോൾ എങ്ങനെ വരിക? നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ, കൺജങ്ഷൻ ആർ, കൺജങ്ഷൻ നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ വരും. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ ഏതാണ്? ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇംപ്ലൈസ് വരികയാണെങ്കിൽ നമ്മൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചേഞ്ച് വരുത്തേണ്ടത്. ഇറ്റ് ഈസ് ഈക്വൽ ടു നെഗേഷൻ ഓഫ്, ഇത് ഡിമോർഗൻസിൽ അപ്ലൈ ചെയ്ത് എന്താ വരിക? നെഗേഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ, കൺജങ്ഷൻ ആർ, കൺജങ്ഷൻ നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ വരും. ഓക്കെ, അതിന് കംപ്ലീറ്റ് നമ്മൾ നെഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് നെഗേഷൻ പി കൺജങ്ഷൻ, ഇത് ഈ ഫോമിലാണ്. നെഗേഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ, കൺജങ്ഷൻ ആർ, കൺജങ്ഷൻ നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ നെഗേഷൻ ഓഫ് നെഗേഷൻ ക്യൂ, ഡിസ്ജങ്ഷൻ നെഗേഷൻ ആർ, ഡിസ്ജങ്ഷൻ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഡിസ്ജങ്ഷൻ ക്യൂ. ഈ ഫോമിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു P disjunction Q, disjunction negation R, disjunction ഈ negation of negation P disjunction Q. അതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം? negation of negation P disjunction Q. ഇത് നമുക്ക് ഡിമോർഗൻസ് ലോ വെച്ചിട്ട് കൊടുക്കാം. അപ്പം P disjunction Q, disjunction negation R, disjunction negation of negation P എന്ന് പറയുന്നത് P conjunction negation Q. ഓക്കെ, അപ്പം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P disjunction Q, disjunction
negation R, disjunction P, conjunction negation Q, which is equal to ഇതിന് എല്ലാം ഡിസ്ജങ്ഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് വിഷയം വരുന്നില്ല. അതിനൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? P implies negation R, disjunction P, conjunction negation Q. ഇതെന്ന് പറയുന്നത് വരും P disjunction Q disjunction negation R, disjunction P, conjunction ഏത് ഫോം വരും? P disjunction Q disjunction negation R, disjunction negation Q. ഈ ഫോമിലാണ് നമുക്ക് വരിക. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ P disjunction P ഒരുമിച്ച് എഴുതാം. disjunction Q disjunction negation R, conjunction ഇവിടെ അതേപോലെ P disjunction Q disjunction negation R, disjunction negation Q ഈ ഫോമിലാണ് വരുന്നത്. ശരിക്കും P implies P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ disjunction P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P disjunction Q disjunction negation R, conjunction P disjunction Q disjunction negation R, disjunction negation Q. അപ്പോൾ ഇതിൽ ഓരോ ക്ലോസും എന്താണ്? ഓരോ ക്ലോസും ഡിസ്ജങ്ഷൻ ആണ്. ഒരു ലാസ്റ്റ് വരുന്നത് എന്താണ്? കൺജങ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, കൺജങ്ക്റ്റീവ് നോർമൽ ഫോമും ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമും ആണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദി കൺജങ്ക്റ്റീവ് നോർമൽ ഫോം ഓഫ് Q disjunction P conjunction disjunction R, conjunction negation of P disjunction R, conjunction Q. ഓക്കെ, ഇതിൻ്റെ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം CNFലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ CNFലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഉണ്ടോ നോക്കുക. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇല്ല. ഇംപ്ലൈസ് ഉണ്ടോ നോക്കുക. ഇംപ്ലൈസും ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലോസും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? which is equal to കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലാണ് എഴുതേണ്ടത്. അപ്പം ഈ ഒരു സെക്ഷൻ എന്താണ്? എല്ലാം ഡിസ്ജങ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു കൺജങ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ നെഗേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേമും കൂടിയുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി എഴുതണം. അപ്പോൾ ഇത് ഓക്കെ, Q ഡിസ്ജങ്ഷൻ P ഡിസ്ജങ്ഷൻ R, കൺജങ്ഷൻ ഡിമോർഗൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നെഗേഷൻ P, കൺജങ്ഷൻ ഇത് ഒരുമിച്ചുള്ള ടേമാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? നെഗേഷൻ ഓഫ് P ഡിസ്ജങ്ഷൻ R, ഡിസ്ജങ്ഷൻ നെഗേഷൻ Q വരും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇത് എനിക്ക് എങ്ങനെ എഴുതാം? Q ഡിസ്ജങ്ഷൻ P ഡിസ്ജങ്ഷൻ R, കൺജങ്ഷൻ നമുക്ക് ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെങ്ങനെ എഴുതാം? നെഗേഷൻ Q ഡിസ്ജങ്ഷൻ നെഗേഷൻ P ഡിസ്ജങ്ഷൻ R ഈ ഫോമിൽ നമുക്ക് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇതെങ്ങനെ എഴുതാം? Q ഡിസ്ജങ്ഷൻ P ഡിസ്ജങ്ഷൻ R, കൺജങ്ഷൻ ഇതെങ്ങനെ എഴുതും? നെഗേഷൻ Q ഡിസ്ജങ്ഷൻ ഇതിന് ഡിമോർഗൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? നെഗേഷൻ P, കൺജങ്ഷൻ നെഗേഷൻ R. ഡിമോർഗൻസിലോ അപ്ലൈ ചെയ്യാം. which is equal to ഈ ടേം ഒന്നും ചെയ്യാനില്ല. Q ഡിസ്ജങ്ഷൻ P ഡിസ്ജങ്ഷൻ R, കൺജങ്ഷൻ ഇത് ഇവിടെ ഡിസ്ജങ്ഷൻ ആണ്, നടുവിൽ കൺജങ്ഷൻ. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. ഡിസ്ജങ്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? നെഗേഷൻ Q ഡിസ്ജങ്ഷൻ നെഗേഷൻ P, കൺജങ്ഷൻ നെഗേഷൻ Q ഡിസ്ജങ്ഷൻ നെഗേഷൻ R വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഓരോ ക്ലോസിലും എന്തേ വരുന്നുള്ളൂ? ഡിസ്ജങ്ഷനേ വരുന്നുള്ളൂ. പുറമേ എല്ലാം എന്താണ് വരുന്നത്? കൺജങ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് കൺജങ്ക്റ്റീവ് നോർമൽ ഫോമിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോമും ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റ് ദി CNF ഓഫ് P implies Q conjunction negation of negation Q disjunction negation P.
ഇതിൻ്റെ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം നിങ്ങളൊന്ന് സോൾവ് ചെയ്തിട്ട് നോക്കുക. അതായത് ഓരോ ക്ലോസിലും ഡിസ്ജങ്ഷനും പുറമേ വരുന്ന ഏത് വരണം, കൺജങ്ഷനും വരണം. ആ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.